ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫലൂദയാണ്. ഇപ്പോൾ റംദാൻ മാസവും പോരാത്തതിന് പുറത്ത് നല്ല ചൂടും ആയതുകൊണ്ട് കുറച്ച് ചില്ലായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഫലൂദ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ 3 ഫ്രൂട്ട്സ് ആണുള്ളത്. അതിന് നമ്മുടെ കറുത്ത കുരു ഇല്ലാത്ത കറുത്ത മുന്തിരി, 2 ആപ്പിൾ, 3 പഴം, ഇത്രയാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഈ 3 ഫ്രൂട്ട്സേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എന്തോരം ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാത്തിനെയും കൂടെ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. കാരണം നമുക്കിതിൻ്റെ മിക്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് അതൊന്ന് ചില്ലാവണം. അപ്പം നമുക്കതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബേക്കേഴ്സിൻ്റെ ഫലൂദ മിക്സാണ്. അതൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറായിരുന്നു. ഇതിനകത്ത് ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് നമുക്ക് എടുത്ത ഒരു 6 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻസിൻ്റെ കണ്ടൻ്റ് എല്ലാം ബാക്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാക്കറ്റിൻ്റെ ഒരു വ്യൂ, ഓവറോൾ അതിനുള്ളിലുള്ള സാധനങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് സേമിയ കാണാം. അത് കൂടാണ്ട് കുറച്ച് ഒരു ബ്ലാക്ക്, അത് എനിക്ക് തോന്നുന്നു കസ്കസ് ആണെന്ന് തോന്നുന്നു, അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാക്കറ്റിന് 1 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ 1 ലിറ്റർ പാൽ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലിരുന്ന് ഈ ഫലൂദയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കാരണം ലംസ് ഫോം ആകാൻ ചാൻസ് ഉണ്ട്. ഇത് ആ ഒരു പൗഡേർഡ് കളറിൽ കിടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, അതാണ്. അപ്പോൾ അതിങ്ങനെ കട്ട പിടിക്കുമല്ലോ നമ്മൾ പാല് ചൂടാവുന്നതനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാല് തിളയ്ക്കുന്നതനുസരിച്ച് നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതൊരു കുറുകിയ രീതിയിൽ വരണം. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് കുറുകാനും പാടില്ല, എന്നാൽ ലൂസായിട്ട് ഇരിക്കാനും പാടില്ല. ഒരു നോർമൽ ഒരു മീഡിയം കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം അത് ഇരിക്കാനായിട്ട്. അപ്പോൾ അത് ഒന്ന് തിള വരിക. അപ്പോൾ തിള വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കൈയൊക്കെ കുറച്ച് വേദന എടുക്കും, പക്ഷെ നമുക്ക് ക്ഷമയാണല്ലോ വേണ്ടത്. അതിനാണെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതിനെ തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. കാരണം ഒന്ന് പുറത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് അതൊരു തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ടും ഒക്കെ കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സിനെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബദാമും അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കസ്കസാണ്. കസ്കസ് ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കസ്കസ്. അപ്പം നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ നമ്മൾ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഫലൂദയുടെ മിക്സും ഒക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല തണുത്ത് ചില്ലായിട്ട് ഇരിപ്പുണ്ട്. ഫലൂദ മിക്സ് ഇപ്പോൾ കണ്ട കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അതൊന്ന് കുറുകി സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഓരോ ലെയറായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ നമ്മുടെ കസ്കസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയർ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ആദ്യം കസ്കസും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫലൂദയുടെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഓരോ ലെയറായിട്ടാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റായി വന്നിട്ട് അടുത്ത ലെയറായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ഫ്രൂട്ട്സും നമ്മുടെ കസ്കസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാൻ ഡേറ്റ്സ് ഇടാനായിട്ട് മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ അവസാനമായിട്ട് മുകളിൽ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബദാമും എല്ലാം കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫലം ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐസ്ക്രീമും വാങ്ങിച്ച് സ്കൂപ്പ് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സെർവ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും വെച്ചിട്ട് നിർത്താണ്. ഈ ഫലൂദ മിക്സ് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. പല പല ഫ്ലേവേഴ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു ഫ്ലേവർ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ ബൈ ബൈ.